بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل وسلم على نبينا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ കലാമും ഈ പ്രഭാത സമയത്ത് പഠിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞതിൽ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ ഓതുന്ന, കേൾക്കുന്ന, പഠിക്കുന്ന ഈ ഖുർആനിൻ്റെ എല്ലാവിധ മഹത്വവും പ്രതിഫലവും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിൻ്റെ തുടക്കമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം സംസാരിച്ചത്. അതിൻ്റെ ഒരു ആമുഖ ഭാഗവും സൂറത്തിൻ്റെ ചില പ്രധാനപ്പെട്ട വിശദീകരണങ്ങളുമാണ് ഒന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചത്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലും അതിൻ്റെ ഗവേഷണത്തിലും ചർച്ചകളിലുമൊക്കെയായി കഴിഞ്ഞുകൂടുന്നവർക്കുള്ള നിരവധി അനവധി വാഗ്ദാനങ്ങൾ, പ്രതിഫലങ്ങൾ, ദുനിയാവിലെ ഉപകാരങ്ങൾ, പടച്ചറബ് കൊടുക്കുന്ന ഒരുപാട് തണലുകളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിന് അവൻ്റെ ജീവിതത്തിൽ അതിനോടൊരു ഭയങ്കര താല്പര്യവാനായി ഇഷ്ടത്തോടെ അവൻ ഖുർആൻ പാരായണ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുക. നമുക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ് ഇങ്ങനെയാണെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങൾ ഒന്നുകൂടെ വിശാലമാണ്. ഡെയിലി നമുക്ക് പഠിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. പീസ് റേഡിയോ ലോകത്ത് ഇന്ന് മലയാളികൾക്കിടയിൽ ഏറെ സുപരിചിതമായ 5 ലക്ഷത്തിലേറെ ആളുകൾ ഡൗൺലോഡ് ചെയ്ത് സ്ഥിരം ശ്രോതാക്കളായിരിക്കുന്ന ഒരുപാട് പേര് വിവിധ രാജ്യങ്ങളിൽ. അതിൽ ഹിഫ്ദുൽ ഖുർആനിൻ്റെ വേദികളുണ്ട്. ഓരോ ആയത്ത് പഠിക്കാനുള്ള 10 മിനിറ്റിൻ്റെ പ്രോഗ്രാമുകളുണ്ട്. തഫ്സീർ പഠിക്കാൻ വേണ്ടി ഹൃദയവസന്തം എന്ന പേരിൽ ഓരോ വിവിധങ്ങളായ സൂറത്തുകൾ എടുത്തുകൊണ്ട് പലരും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നല്ല പഠിതാവായി നോട്ടൊക്കെ ചെയ്ത് എഴുതി പഠിക്കാനൊക്കെ വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് വലിയ സൗകര്യമാണ് ചെയ്യുന്നത്. അന്നൂർ ഓൺലൈൻ ഖുർആൻ കോഴ്സ്, പഠന കോഴ്സ് നടക്കുന്നുണ്ട്. ഒരു കോഴ്സായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുൽ ജബ്ബാർ മദീനിയുടെ കീഴിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ. ഇനി അതിന് പുറമെ പീസ് റേഡിയോൻ്റെ 2 സ്റ്റേഷനിൽ ഒരു സ്റ്റേഷൻ ഖുർആൻ റേഡിയോ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേഷനുകൾ. അത് ഫുള്ള് ഖുർആനായിട്ടുമായി ബന്ധപ്പെട്ട് മാത്രം. ബാക്കിയുള്ളത് ജനറലായത് എല്ലാം ഉണ്ടാവും. ഒരു യെല്ലോ കളറിലായിട്ടൊരു സ്റ്റേഷൻ ഉണ്ടാവും പീസ് റേഡിയോയിൽ, ഓപ്ഷൻ താഴെ ഖുർആൻ റേഡിയോ. അത് ഫുൾ ടൈം അതിൻ്റെ അർത്ഥവും ഹിഫ്ളും പാരായണവും നിയമങ്ങളും തജ്വീദൊക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വേദിയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മുമ്പൊന്നും ഒരു നാട്ടിൽ നമ്മൾ നമ്മുടെ 40 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾക്ക് ലഭിക്കാത്ത സർവ്വവിധ സൗകര്യങ്ങളുടെ മുമ്പിൽ നമ്മളുള്ളത്. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അതിനോട് എന്തിനാണ് അവഗണനയോടെ തിരിഞ്ഞു കളയുന്നത് എന്ന് ആ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ
മഹത്തരമേറിയ അതിൻ്റെ ഫളില്, അതിൻ്റെ ഹൈർ, അതിൻ്റെ ബറക്കത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അംഗീകാരവും സപ്പോർട്ടും കിട്ടിയ ഹദീസ്. നിങ്ങൾ വീട്ടിൽ ഖുർആൻ ഓതണം. വീട്ടിൽ നിങ്ങൾ മക്ബറകളെ പോലെ ആക്കരുത്, ശ്മശാന ഭൂമിയാക്കി മാറ്റരുത്. വീട്ടിൽ ഖുർആൻ ഉച്ചത്തിൽ പാരായണം ചെയ്യണം. അവിടെ നിന്ന് പിശാചുക്കൾ പടിയിറങ്ങി ഓടുമെന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്. ഇതൊക്കെ നമ്മളെ ഏത് സ്ഥലത്തും, ചില ആളുകളുടെ ഒരു ധാരണയുണ്ട്, പള്ളിയിൽ പോയി ഇരുന്നെങ്കിലേ ഖുർആനോത്തിനൊരു ഹുശൂ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇല്ല. ഒരാൾ വീട്ടിലും ഒതോടുകൂടെ നല്ല മര്യാദയിൽ ഇരുന്ന് ഓതണം. വീടും അത്തരത്തിലുള്ള നല്ല ചില ചിന്തകളുടേതായി മാറേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജിൻ്റെ 1-ാമത്തെ ആയത്ത് നമ്മൾ പഠിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് വിശദീകരണങ്ങൾ നമ്മൾ പറയേണ്ടായി. മക്കിയായ ഒരു സൂറത്താണ്. അതിൽ ഇത്ര ആയത്തുകളുണ്ട്, ഇത്ര വാക്കുകളുണ്ട്, ഇത്ര അക്ഷരങ്ങളുണ്ട്, ഇത്ര 2 സുജൂദുകൾ വരുന്നുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ പറയാണ്, ഈ സൂറത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹജ്ജിന് വിളംബരം ചെയ്യാൻ പറയുന്നുണ്ട്. ആ ആയത്ത് ഈ സൂറത്തിൽ വന്നതുകൊണ്ടാണ് ഇതിന് ഈ സൂറത്തിൻ്റെ പേര് കൊടുക്കാനുള്ള കാരണം എന്നാണ് ഭൂരിഭാഗം വരുന്ന പണ്ഡിതന്മാർ പറയുന്നത്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈ സൂറത്ത് പഠിക്കുമ്പോൾ ഇതിൽ പ്രധാനമായ ഇതിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ, അവ്വലുഹ ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്നത് ഹയാത്തിൻ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ സൂറത്തിനകത്ത് വിസ്തരിക്കുന്നുണ്ട്. വൽ ഹജ്ജു വൽ മസ്ജിദുൽ ഹറം, ഹജ്ജിനെയും മസ്ജിദുൽ ഹറമിനെയും സംബന്ധിച്ച് നന്നായി വിശദീകരിച്ചു പലയിടത്തായി പറയുന്നുണ്ട്. വൽ ഖിതാൽ, യുദ്ധത്തെക്കുറിച്ച്, വഹലാഖുഹു, അതിൻ്റെ നാശത്തെക്കുറിച്ച്, വഹലാഖുൽ ളാലിമീൻ, ളാലിമീങ്ങളുടെ നാശത്തെക്കുറിച്ച്, റബ്ബിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, അസ്നാമുകളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകളുടെ ളുഅഫ്, ദുർബലതയെക്കുറിച്ച് ഈ സൂറത്തിൻ്റെ ആയത്തുകൾ ഓതിക്കഴിയുമ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഈ സൂറത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, പ്രധാനപ്പെട്ട പാഠ്യഭാഗം എന്ന് പറയുന്നത് പരലോക ജീവിതവും അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യപ്പെടുത്തലുകളുമാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ തുടങ്ങി വെച്ചത് 1-ാമത്തെ ആയത്താണ്. ഇൻഷാ അല്ലാഹ് അത് കാണാതെ ഏറെക്കുറെ ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കാണാതെ പഠിക്കൽ നിർബന്ധമൊന്നുമല്ല, എന്നാലും സൗകര്യമാണ് ഒരു ദിവസം ഒരായത്ത് പഠിച്ച് സുഖമായിട്ടത് മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയാന്നുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ് സാഅതി ശൈഉൻ അലീം. ഒന്നുകൂടി ഓദിക്കാം. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ് സാഅതി ശൈഉൻ അലീം. യാ അയ്യുഹൻ നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടുള്ള അഭിസംബോധനയാണ്. വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹൻ നാസ് എന്ന് വിളിച്ച് 20ഓളം ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശദീകരിച്ചത്. ശേഷം പറഞ്ഞ വാക്ക് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറണം എന്നാണ് അതിൻ്റെ പ്രധാന ആശയം. യാ അയ്യുഹൻ നാസ് ഇത്തഖൂ റബ്ബക്കും. വിശുദ്ധ ഖുർആനിൽ ഇത്തഖുല്ലാ അല്ലെങ്കിൽ ഇത്തഖൂ റബ്ബക്കും എന്ന് 61 സ്ഥലത്താണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ അള്ളാഹിനെ സൂക്ഷിക്കണമെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണമെന്ന് 61 സ്ഥലത്ത് അല്ലാഹു തആല ഖുർആനിനുള്ളിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. സ്വാഭാവികമായും ചോദിക്കും, എന്താണ് ഈ തഖ്വ? എന്താണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് ആശയങ്ങൾ കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദുർഘടമായ പാതയിലൂടെ ആകെ കാലിലും മറ്റും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ പ്രയാസം നമ്മളെ കാലിൽ, ശരീരത്തിൽ തട്ടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ജാഗ്രത കാണിക്കുന്നോ അതുപോലെ
ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ ഹറാമിൽ വീഴാതെ ഹലാല് മാത്രം ശ്രദ്ധിച്ച് അള്ളാഹിൻ്റെ സ്വർഗം കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ആ ഒരു ജാഗ്രതക്കാണ് തഖ്വ എന്ന് പറയുന്നത്. ഒന്നുകൂടി വിശദീകരിച്ച് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഫളില് നമ്മളൊരു കാര്യം തിരിച്ചറിയണം. ഷിയാക്കൾ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വാനോളം പറയുന്നുണ്ട്, അത് അതിരു വിട്ടുപോയി. ഈസാ നബിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ ഓവറാക്കിയതുപോലെ ഭയങ്കരമായ അപകടാവസ്ഥയാണ് അവർ പറഞ്ഞ പല കിതാബുകൾ ഇങ്ങനെ വായിച്ചാൽ അലി റളിയല്ലാഹു അൻഹുവിനെ ദൈവസ്ഥാനത്തേക്ക് ഉയർത്തുന്ന ഒട്ടനേക സംഭവം കാണാൻ സാധിക്കും. അലി റളിയല്ലാഹുവിനെ ഉയർത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബാക്കിയുള്ള മുഴുവൻ സഹാബത്തിനെയും തരം താഴ്ത്തി, പലതും അവർ ചെയ്തു. അതിൽപ്പെട്ടതാണ് ആദ്യത്തെ 3 ഖലീഫമാർക്ക് തക്ഫീർ പ്രഖ്യാപിച്ചു. അവരൊക്കെ കാഫിരീങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. നഊദുബില്ലാ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം കാണാം. എന്നാൽ അലി റളിയല്ലാഹുവിൻ്റെ യഥാർത്ഥ ഫളില് പറഞ്ഞ ഒരുപാട് ഹദീസുകളുണ്ട്, നിഷേധിക്കാൻ പാടില്ല. അതിലൊന്നാണ് അദ്ദേഹം സ്വർഗാവകാശിയാണ്, അലിയും ഫിൽ ജന്ന. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും അലി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഒരുപാട് വസിയത്തുകൾ പല സന്ദർഭങ്ങളിലായിട്ട്. മറ്റൊന്ന് നബി തങ്ങളുടെ പ്രിയപ്പെട്ട മോളുടെ ഭർത്താവാകാനുള്ള അവസരം ലഭിച്ചു. കുട്ടിക്കാലം മുതൽ നബിൻ്റെ കൂടെ വളരാൻ സാധിച്ചു. നബി വളർത്തിയ കുട്ടിയാണ് അലി റളിയല്ലാഹു അൻഹു. സാധാരണ നബിക്കൊരു ആൺകുട്ടിനെ കിട്ടിയില്ലല്ലോ, പക്ഷേ പിതൃവ്യൻ്റെ മോനെ നബിതങ്ങളുടെ സംരക്ഷണത്തിൽ കിട്ടിയത് കൊണ്ട് അതിൻ്റെ കുഞ്ഞുനാൾ മുതൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഒരു സ്നേഹലാളനം ഏറ്റുവാങ്ങിയ മോനാണ് അലി റളിയല്ലാഹു അൻഹു. മകൻ 2 മക്കൾ ഹസൻ ഹുസൈൻ, അവരല്ലാത്ത വേറെ മക്കളുണ്ട് കേട്ടോ. അലി അള്ളാഹുവിന് വേറെ മക്കളുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ നബിൻ്റെ പേരക്കുട്ടികളാണ്. നബി ഏറ്റവും സ്നേഹിച്ചിരുന്ന 2 കുട്ടികളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. നബിൻ്റെ ചരിത്രത്തിൽ ഭയങ്കര ഒരു വാപ്പ എന്താണെന്നും ഒരു വെല്ലിപ്പ എന്താണെന്നും പഠിപ്പിച്ചെന്നത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു രണ്ടാളി സ്നേഹിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൽ വെല്ലിപ്പാര് അല്ലേ, വെല്ലിപ്പാര് ക്രൂരന്മാരായ അവസ്ഥ വെച്ച് നോക്കും. ഒരു കുട്ടിയുടെ സാന്ത്വനാണ് വെല്ലിപ്പ, ഉപ്പാൻ്റെ ഉപ്പ, ഉമ്മാൻ്റെ ഉപ്പ. അതേപോലെ തന്നെ ആൺകുട്ടികളോടുള്ള വാപ്പാൻ്റെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിച്ചെന്നത് ആ ചരിത്രത്തിലാണ്. ഒരു പെൺകുട്ടിനോട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫാത്തിമ ബിൻ്റെ ചരിത്രത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തെല്ലാം അവസ്ഥകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർ രണ്ടാളെ കുറിച്ച് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, ഇവർ 2 പേർ സ്വർഗത്തിലെ ചെറുപ്പക്കാരുടെ നേതാക്കന്മാരാണ്. അപ്പോൾ നിബിധങ്ങൾ അത്രയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് മനാക്കിബുകൾ കാണാൻ സാധിക്കും. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു പറയാണ്, തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിൽ നിന്നുള്ള നല്ല ഭയം ഉണ്ടാവലാണ്. വൽ അമലു ബിത്തൻസീൽ, അല്ലാഹ് ഇറക്കി തന്ന ഇറക്കപ്പെട്ട പ്രമാണങ്ങളോട് അനുസരിച്ച് പ്രവർത്തിക്കലാണ് തഖ്വ. വൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളത് കുറച്ചാണെങ്കിലും അതുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കലാണ് തഖ്വ. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, അന്ത്യയാത്രക്ക് ഒരുങ്ങി ജീവിക്കലാണ് തഖ്വ. അത് ഒന്ന് പറയേണ്ട കാര്യം ഉണ്ടായില്ല. അതിൽ മഹാരഥന്മാരായ ഉലമാക്കന്മാർ അത് ആ ഒറ്റ വാചകം നമുക്ക് അലി റളിയല്ലാഹു അൻഹു തഖ്വനെ കുറിച്ച് പറഞ്ഞ വാചകം തന്നെ വിശദീകരിച്ച കിതാബുകളുണ്ട്. ഒന്ന് അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിൽ നിന്നുള്ള ശരിയായ ഒരു ഭയപ്പാടോടുകൂടി ജീവിക്കും. എൻ്റെ ഉലമാക്കന്മാർ പറഞ്ഞത് സർത്താൻ അല്ലെങ്കിൽ സുഅബാൻ, തേള്, പാമ്പ്, വിഷജന്തുക്കൾ, ഇതിനൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാവുക, പേടിയുണ്ട്. ആ പേടിയുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ അടുത്തേക്ക് അടുക്കാതിരിക്കുകയാണ് ചെയ്യുക. എന്നാൽ അള്ളാഹുവിനെ പേടിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യുക. അതാണ് തഖ്വ. എങ്ങനെ അടുക്കും? ഇബാദത്തുകൾ കൊണ്ട് അടുക്കും. പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് പേടിച്ച് മാറി നിൽക്കും. അള്ളാഹിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം അള്ളാഹിൻ്റെ ശിക്ഷയെ പേടിക്കുക എന്നാണ്. അപ്പോൾ മാറിക്കും. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു നന്നായി ശിക്ഷിക്കുന്നവനാണ്.
അള്ളാഹ് എല്ലാം കാണും. അതനുസരിച്ചുകൊണ്ട് അള്ളാഹു തആല എല്ലാത്തിനുമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. അത് പേടിച്ചിട്ടാണ്, ആ തഖ്വ കൊണ്ട് പേടിച്ചിട്ടാണ് മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു ആരും അറിയാതെ, ആരും കേൾക്കാതെ, ആരും അറിയാത്തൊരു സ്ഥലത്ത് വെച്ച് ഒരു വ്യഭിചാരത്തിൽ അകപ്പെട്ടു. പക്ഷെ ഇതെന്റെ റബ്ബ് കണ്ടിട്ടുണ്ട് എന്നും ഇതിന് ഞാൻ നാളെ പരലോകത്ത് ഇതിന്റെ പേരിൽ ശിക്ഷ ലഭിക്കുമെന്ന് ഭയപ്പെട്ടപ്പോൾ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ തഖ്വ കയറി. തെറ്റ് ചെയ്തപ്പോൾ തഖ്വ കുറഞ്ഞു, അതിന്റെ ശിക്ഷനെ പറ്റി ആലോചിച്ചപ്പോൾ തഖ്വ കൂടി. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് തൊഹിർനി യാ റസൂലല്ലാഹ്, റസൂലെ എന്നെ ശുദ്ധീകരിക്കണം എന്ന് അങ്ങോട്ട് നിന്ന് കുറ്റമേറ്റു പറഞ്ഞു. നബിയെ ശിക്ഷ എന്താണെങ്കിലും അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. മായിസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊന്ന സ്ഥലം ഞാൻ പോയി യാത്രയിലാണ്, കുറേ സമയങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അവസാനം പോയൊരു യാത്രയിലാണ് അത് കാണാൻ കഴിഞ്ഞത്. മായിസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊന്നൊരു പ്രദേശമുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലെ പ്രചോദനം? എന്താ മിണ്ടാതെ നടന്നാൽ പോരെന്നോ? എൻ്റെ റബ്ബ് ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കുന്നുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു പെണ്ണ് വന്നു, നബിയെ എന്നെ ശുദ്ധിയാക്കണം, എന്നെ ശുദ്ധീകരിക്കണം, ഞാൻ വ്യഭിചരിച്ചു പോയി. ഗർഭിണിയായ അദ്ദേഹത്തിൻ്റെ മായിസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ്. എന്നിട്ട് അവിടുന്ന് ഗർഭിണിയാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തി. പ്രസവിക്കാനുള്ള സമയം നീട്ടിക്കൊടുത്തു, മുല കൊടുക്കാനുള്ള സമയം നീട്ടിക്കൊടുത്തു. ഒരു കുട്ടിക്ക് ഇസ്ലാം കൊടുക്കുന്ന ഒരു പരിഗണനയാണത്. മുലകുടി പ്രായം കഴിഞ്ഞു എന്ന അറിയിപ്പ് നബി അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല. കുട്ടിനെയും കൊണ്ട് വന്നിട്ട് എൻ്റെ കുട്ടി ഇപ്പൊ പാല് കുടിക്കണില്ല എന്ന് നബിനെ ബോധ്യപ്പെടുത്തിയിട്ട്, നബിയെ എനിക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടാണ് പോയത്. അപ്പൊ നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കുക, അവരുടെ ഉള്ളിൽ എന്താ ഉണ്ടായത്? അൽ ഖൗഫ് മിനൽ ജലീൽ, പടച്ചോനെ കുറിച്ചുള്ള നന്നായ ഒരു ഭയം. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. എന്തെങ്കിലും തെറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വലിയ പാറക്കെട്ടിൻ്റെ താഴെ ഇരിക്കുന്നവനെ പോലെ ഏത് സമയവും എൻ്റെ തലയിൽ വീഴുമോ എന്നുള്ള പേടിയിലാണ് ജീവിക്കുകയാണ്. അതിനാണ് തഖ്വ. വൽ അമലു ബിത്തൻസീൽ, അള്ളാഹിൻ്റെ ഖുർആനിലും അള്ളാഹിൻ്റെ പ്രവാചകനിലൂടെ ലഭിച്ച ഹദീസുകളിലും കിട്ടിയ കാര്യങ്ങൾ പ്രവർത്തിക്കലാണ് തഖ്വ. അൽ അമലു ബിത്തൻസീൽ. അതുകൊണ്ടായിരുന്നു സ്വഹാബത്ത് കള്ളു കുടിക്കരുത് എന്നുള്ള ആയത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു? കള്ളുകുടി നിർത്തി. അതാണ് അമൽ. അബൂത്വൽഹയുടെ ചരിത്രം പറയുന്നുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യണമെന്ന് പറഞ്ഞു. അബൂത്വൽഹയ്ക്ക് ഏറ്റവും ഇഷ്ടം ഒരു തോട്ടായിരുന്നു. ആ നല്ല വിലപിടിപ്പുള്ള തോട്ടം ദാനം ചെയ്തു. കിട്ടുന്ന വഹി അവർ പ്രവർത്തിച്ചു. ഹറാമാണ് എന്ന് അറിയുന്ന എന്തൊക്കെ, അല്ലെങ്കിൽ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പാടില്ല എന്ന് പറഞ്ഞതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പലിശ ഉണ്ട് ഇഷ്ടം പോലെ, ലോണുണ്ട്, EMI ഉണ്ട്, ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ചേർത്തോളൂ. ലഹരി ഉണ്ട്, പാടില്ല എന്ന് പറഞ്ഞ സാധനമുണ്ട്. മ്യൂസിക് പാടില്ല എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിലുണ്ട്. അശ്ലീല വീഡിയോകളും അശ്ലീല സിനിമകൾ നമ്മുടെ നാട്ടിലുണ്ട്. കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആത്മഹത്യകളുണ്ട്. ഇതൊക്കെ എന്ത് സംഭവിച്ചതാണ്? അമല് നഷ്ടപ്പെട്ടു. മൂന്നാമത് അലി അള്ളാഹു പറഞ്ഞ വാക്ക് എന്താണ്? വൽ ഖനാഅത ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് ഒരാൾക്ക് സംതൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയലാണ് തഖ്വ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് 5 ഉപദേശം കൊടുത്തു. അതിൽ 5ാമത്തെ ഉപദേശത്തിൽ അബൂ ഹുറൈറ, ആര്? ഒന്നുമില്ലാത്ത ദരിദ്രനായ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെ വിളിച്ച് നബി ഉപദേശിക്കണം, അബൂ ഹുറൈറ അല്ലാഹു നിനക്ക് തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്ക്. ആരോട്? താമസിക്കാൻ വീടില്ല, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ലാതെ മദീന പള്ളിയിൽ ബോധം കെട്ട് വീണ സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയാണ്, നിനക്ക് പടച്ചോൻ തന്നതിൽ നീ തൃപ്തിപ്പെട്. തകുന്ന ഗിനന്നാസ്, എങ്കിൽ നീ ജനങ്ങളിലെ ഏറ്റവും ഐശ്വര്യമുള്ളവനായി മാറും. നമുക്കെന്താ പ്രശ്നം? നമുക്കുള്ളത് കൊണ്ട് ഒന്നും ഒരു റാഹത്തില്ല. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സൗന്ദര്യത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ എന്താണോ പടച്ചോൻ തന്നതെങ്കിൽ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തൃപ്തിപ്പെട്ട് ജീവിക്കുക. മഹാനായ താബിഈ പണ്ഡിതൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു
നിങ്ങൾ എവിടെയെങ്കിലും നമ്മുടെ പുസ്തകം ഉണ്ടാവും ചിലപ്പോൾ, സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ പോലെ താബിഈങ്ങളുടെ ചരിത്രം എഴുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിലൊക്കെ കാണാം ഇമ്രാൻ ബിൻ ഹുസൈൻ റഹിമഹുല്ല, അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ പറയുന്നുണ്ട്, 30 കൊല്ലം തളർവാദം പിടിച്ച് ബെഡിലായി കിടന്ന ആളാണ്. 30 കൊല്ലം ശരിക്കും എഴുന്നേറ്റ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ 30 കൊല്ലം അദ്ദേഹത്തിൻ്റെ കിടത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മലമൂത്ര വിസർജനം പോലും കിടക്കയിലായിരുന്നു. ഒരു ചെറിയ ദ്വാരം ഇട്ടിരിക്കുകയായിരുന്നു. എണീറ്റ് പോയി, നമ്മുടെ നാട്ടിൽ സിസ്റ്റമൊന്നുമില്ല, കിടക്കുന്ന ബെഡിൽ തന്നെ അവരൊരു ദ്വാരം ഉണ്ടാക്കി, എന്നിട്ട് അതിലൂടെയായിരുന്നു മലമൂത്ര വിസർജനം ചെയ്തിരുന്നത്. കാണാൻ വരുന്ന എല്ലാവരും ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് കരഞ്ഞു പോകും അദ്ദേഹത്തിൻ്റെ രംഗം കണ്ടാൽ. നല്ലൊരു മനുഷ്യൻ, നന്നായി ജീവിക്കുന്ന ആളായിരുന്നു. അങ്ങനെ കാണാൻ വന്നവർക്ക് ഇങ്ങനെ കരഞ്ഞ് വിഷമത്തോടെ എന്തൊക്കെയോ സങ്കടങ്ങളൊക്കെ പൊടിച്ചിങ്ങനെ പുറത്തിറങ്ങി പോകുമ്പോൾ ഇദ്ദേഹം തൻ്റെ ആളുകളോട് പറയും, യാ അഹിൽ, അല്ലയോ ജനങ്ങളെ, മനുഷ്യരെ, ലിമത്തബുക്കൂ, നിങ്ങൾ എന്തിനങ്ങനെ കരയണത്? ആര്? കിടക്കുന്ന രോഗി കാണാൻ വന്നവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനങ്ങനെ കരയുന്നത്? അള്ളാഹു എനിക്ക് തന്ന ഈ അവസ്ഥയിൽ റാലിൻ ഫിയ, ഞാൻ നന്നായി തൃപ്തനാണ്. 30 കൊല്ലം ബെഡിൽ കിടത്തിയിട്ടേ ഞാനിതിൽ തൃപ്തനാണ്. എന്നിട്ട് അദ്ദേഹം പറയാണേ, വലി ലിസാനുൻ, എനിക്ക് നാവുണ്ട്, എനിക്ക് കഴിയും കാര്യങ്ങൾ തളർന്നു കിടക്കണം നോക്കണ്ട, എനിക്കൊരു നാവുണ്ട്. ഏത് കുറുള്ള, ഞാൻ ആ നാവുകൊണ്ട് ഇപ്പോഴും 30 കൊല്ലമായിട്ട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കിടക്കണ കിടപ്പിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? ഉള്ളത് എന്താണോ, കിട്ടിയത് എന്താണോ അതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതും തഖ്വയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തീരെ ഒന്നും കിട്ടിയില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ആ രൂപത്തിൽ നമ്മൾ സാധ്യമാകുന്ന രൂപത്തിലൊക്കെ ഇബാദത്ത് ചെയ്യാനും കിട്ടിയത് കൊണ്ടൊക്കെ സംതൃപ്തനാകാനും സാധിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. എന്ത് ഒരു പ്രതിസന്ധി വന്നപ്പോഴും ഉള്ളത് കൊണ്ട് സ്വതക്ക ചെയ്ത ആളാണ്. പ്രത്യേകിച്ച് റൂമാ കിണർ മേടിച്ച് ദാനം ചെയ്യേണ്ട ഘട്ടം വന്നു. മസ്ജിദുൻ നബവി വലുതാക്കണം എന്ന് പറഞ്ഞു, അന്ന് ദാനം ചെയ്തു. ബഖീഅ ഖബർസ്ഥാനുണ്ട് മദീനയിൽ, അറിയപ്പെടുന്ന ഖബർസ്ഥാൻ ബഖീഉൽ ഗർഖദ്, അതൊന്ന് കുറച്ചും കൂടി സ്ഥലങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനും പൈസ കൊടുത്തു. അതൊക്കെ ഞാൻ മറ്റേ നന്നല്ല, ഇതിന് ഞാൻ തരൂല, ഞാൻ മറ്റേ ഇതിന് നന്നല്ല, ഞാൻ അതിന് ഞാൻ തരൂല എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഏതിനൊക്കെ എവിടൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ. തബൂക്ക് യുദ്ധം നടന്ന സമയമുണ്ട്, ദാരിദ്ര്യമുള്ള സമയത്താണ് തബൂക്ക് യുദ്ധം നടന്നത്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് സ്വഹാബത്ത് മത്സരിക്കായിരുന്നു. ഒരാൾ എത്രയാണോ കൊടുത്തത് അതിൻ്റെ കുറച്ചും കൂടി അധികം എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന്. അബൂബക്കർ റളിയല്ലാഹു കൊടുത്തത് എത്രയാണെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി അധികം കൊടുക്കാൻ പറ്റുമെന്നും ഉമർ റളിയല്ലാഹു അൻഹു മത്സരിച്ച സംഭവമാണ് എന്നർത്ഥം. മാത്രമല്ല, ഈ സലഫുകളായ സ്വഹാബത്തിൻ്റെ താബിഈങ്ങളുടെയൊക്കെ കുടുംബം പറയുന്നുണ്ട്, അവരൊക്കെ ഭർത്താക്കന്മാർ ജോലിക്ക് രാവിലെ പടിയിറങ്ങി പോകുമ്പോൾ ഈ ഉപദേശം കൊടുത്തിരുന്നത്. എന്താ ഉപദേശം? ഇത്തഖില്ല, അതാണ് യാ യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും എന്നുള്ളതിൽ ഇത്തഖില്ല, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ. ജോലിക്ക് പോകുമ്പോൾ വലാ തുത്ഇംനാ ബിൽ ഹറാം, ഞങ്ങൾക്ക് ഹറാം തിന്നാൻ തരരുത്. ഫഇന്നാ നസ്ബിറുൽ ജൂഅ വലാ നസ്ബിറുൻ നാർ, ഞങ്ങൾ വിശപ്പ് സഹിച്ചോളാം, പക്ഷെ നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കുള്ള ആരോഗ്യത്തിൽ, ഉള്ള മക്കളിൽ, ഉള്ള വീട്ടിൽ, ഉള്ള വാഹനത്തിൽ, ഉള്ള ജോലിയിൽ, ഉള്ള പൈസയിൽ സംതൃപ്തനാകാൻ കഴിയുക എന്നുള്ളത് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയലും ജീവിതത്തിൽ അത് കാണിക്കലും, അയാൾക്ക് ലഭിച്ചതിൽ സംതൃപ്തനാണ് എന്നുള്ളത് കാണിക്കലും അതിൻ്റെ ഭാഗമാണ്. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. 4 തഖ്വന്റെ അടയാളമാണ് വല്ലിസ്തിഅദാദു ലിയൗമിർ റഹീലി, അവസാനം ഇവിടുന്ന് ഞാനൊരു യാത്ര പോകാനുണ്ട് എന്ന ഒരുക്കം പ്രതീക്ഷിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുക. ആദ്യത്തെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് അതില്ലാത്തവനക്ക് 4മത്തെ കാര്യം ഉണ്ടാവില്ല. ആദ്യത്തെ 3 കാര്യത്തിന് വില കൊടുക്കാത്തവന് 4മതൊരു പരലോകമുണ്ട്, ഒരു മരണം ഉണ്ട് എന്നുള്ള ഭയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ വലിയവർ, മുതിർന്നവർ ദീന് പഠിക്കണം.
യുവാക്കൾ QHLS ഉണ്ടാവണം, വിദ്യാർത്ഥികൾ CRE ഉണ്ടാവണം, ചെറിയ കുട്ടികൾ മദ്രസയിലുണ്ടാവണം, ഏറ്റവും കുഞ്ഞ കുട്ടികൾ KG ഉണ്ടാവണം, അൽ-ബഹജയിൽ. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ശരിയായ ദീനിൻ്റെ അഖീദയും അഖ്ലാഖുകളും താരീഖുകളും എല്ലാം അവരിലൂടെ പഠിച്ച് കിട്ടണം എന്നർത്ഥം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ അറിയുന്ന ഒരു പേരാണ്. കണ്ണ് കാണാത്ത സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പ്രസിദ്ധനാണ് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം. അദ്ദേഹം പലപ്പോഴായി നബി ജീവിച്ചിരിക്കുന്ന കാലത്തും പല ഘട്ടങ്ങളിലും യുദ്ധത്തിന് സമയം വരുമ്പോൾ അദ്ദേഹത്തിന് പള്ളിയിൽ ചുമതല കൊടുക്കുക. കാരണം യുദ്ധത്തിന് വരാൻ കഴിയില്ല, കണ്ണ് കാണൂല, ശത്രുവിനെ കണ്ടിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താ അറിയോ? യുദ്ധത്തിന് പോകണം, ഷഹീദാകണം. കണ്ണ് കാണൂലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കഴിയുന്ന പോലെ അതിന് പോയിട്ട് യുദ്ധത്തിൽ ഷഹീദായി മരിക്കണം എന്ന ആഗ്രഹം. പലപ്പോഴായി നബി അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ നോക്കി. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിൻ്റെ കാലത്ത്, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ഈ ഒരു കാരണം പറഞ്ഞു, നബി തങ്ങളെ നിങ്ങൾ പലപ്പോഴായിട്ട് കൊണ്ടുപോകാറില്ല, അതുകൊണ്ട് നിങ്ങളിപ്പോൾ അതിനൊന്നും പോരണ്ട, മുതിരണ്ട എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴായിട്ട് പറയും. അങ്ങനെ ഇരിക്കെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖലീഫയായ സമയത്ത്, അദ്ദേഹത്തിൻ്റെ യുദ്ധകാലഘട്ടം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം കരഞ്ഞുകൊണ്ട് വന്ന് പറയുന്നുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്. നബിതങ്ങൾ സമ്മതിച്ചില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്തിരിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് ദേഷ്യപ്പിടിച്ചു. നിങ്ങളെങ്കിലും എന്നോടൊന്ന് സഹകരിക്കുക, എനിക്ക് ഷഹീദാകണം. അങ്ങനെ ആ താല്പര്യം കണ്ട് കരഞ്ഞുപോയ, ഷഹീദാക യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടി കരഞ്ഞ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു സത്യത്തിൽ മരിക്കാൻ റെഡിയാവുകയാണെന്ന് പറഞ്ഞ് ആ സംഭവം കാണാൻ സാധിക്കും. അതേപോലെ അബൂദർ അൽ-ഗഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം കാണാൻ സാധിക്കും. അദ്ദേഹം എല്ലാ ദിവസവും തൻ്റെ ഒരു നല്ല വസ്ത്രം ശരിയാക്കി വെക്കും. നല്ല വസ്ത്രം അദ്ദേഹം ശരിയാക്കി വെക്കും. താൻ എപ്പോൾ മരിക്കുകയാണെങ്കിലും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ആ വസ്ത്രത്തിൽ അദ്ദേഹം ലേശം സുഗന്ധം, ഒരു കസ്തൂരിയുടെ സുഗന്ധം കൊണ്ടുപോയി പൂശി വെക്കും. എന്തിനാണ് പഠിപ്പിക്കുന്നത്? ഞാൻ ഏത് സമയത്തും മരിക്കാനുള്ളവനാണെന്നും അത് സ്വയം ബോധ്യപ്പെടാനും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് പാഠമാകാനും അവർ ശ്രമിച്ചു എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ തഖ്വ ഉണ്ടാവുക. യാ യുഹന്നാസു തഖൂ റബ്ബക്കും എന്ന് പറഞ്ഞ ഇതെല്ലാം അതിൽപ്പെടും. യാ യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു എന്ന് ഓരോരുത്തരും ആലോചിച്ച് ജീവിക്കേണ്ടതാണ്. ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ആയത്തൊന്നുകൂടി ഒതുക്കിയേ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം. എന്താർത്ഥം? ഇന്ന തീർച്ചയായും, സൽസലത്ത ആ പ്രകമ്പനം, അസ്സാഅതി അന്ത്യനാളിൻ്റെ, ഷൈഉൻ കാര്യമാണ്, അളീം വമ്പിച്ച കാര്യം. ഖിയാമത്ത് നാളിൻ്റെ ഒരു വലിയ ഭയപ്പെടുത്തുന്ന മെസ്സേജാണ് ഇന്ന സൽസലത്തസ്സാഅതി ഷൈഉൻ അളീം. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഇന്ന എന്ന പ്രയോഗമാണ്. ഇന്ന എന്ന് വന്നാൽ തൊട്ടടുത്ത വാക്ക് അവസാനിക്കുന്നത് ഫത്ഹിലായിരിക്കും. ഇന്നല്ലാഹ, ഇന്ന സൽസലത, ഇന്ന അവ്വല ബൈത്തിൻ, ഇന്ന റസൂല, ഇന്ന ഹാദ. ഇങ്ങനെ ഇവിടെ നമ്മൾ വായിച്ചാലും ഇന്നക്ക് ശേഷം വരുന്ന വാക്കിന് ഫത്ഹായിരിക്കും. അത് ഒരു കാര്യം ഓർമ്മ ഉണ്ടാവുക. രണ്ടാമത് നമ്മൾ ഓർക്കേണ്ടത് സൽസലത്തസ്സാഅതി, സൽസലത്ത സാഅതി. എന്തർത്ഥം? അന്ത്യനാളിൻ്റെ പ്രകമ്പനം. എങ്ങനെ? അന്ത്യനാളിൻ്റെ പ്രകമ്പനം. അങ്ങോട്ട് അർത്ഥം പറയണം. സൽസലത്തസ്സാഅതി അർത്ഥം അന്ത്യനാളിൻ്റെ പ്രകമ്പനം. ബൈത്തുല്ലാഹി എന്നർത്ഥം?
അള്ളാഹുവിൻ്റെ വീട്. അള്ളാഹുവിൻ്റെ വീട്. ഇതിനെ നമ്മൾ അറബിയിൽ പറയും, എങ്ങനെ ചേർത്ത് ഒരു വാക്കിനെ മറ്റൊരു വാക്കിലേക്ക് ചേർക്കുന്ന പ്രയോഗത്തിന് പറയാം മുലാഫ് എന്നാ പറയാം. മുലാഫ്. ഈ വാക്കിനെ ഇതിലേക്ക് ചേർത്തു. മുലാഫുൻ ഇലൈഹി. മുലാഫ് മുലാഫുൻ ഇലൈഹി. ഇത് ഖുർആനിലെ ഓത്ത് പഠിക്കുന്ന ആൾക്കാർ പഠിക്കേണ്ട ഒരു പ്രയോഗമാണ്. ഒരു വാക്കിനെ മറ്റൊരു വാക്കിലേക്ക് ചേർത്ത് സൽസലത്തസ്സാഅത്തി അങ്ങനെ ചേർത്ത് പറയുന്ന വാക്കുകൾ. ഇതിന് മുലാഫ് എന്ന ഒന്നാമത്തെ വാക്കിനെ, ഇതിനെ മുലാഫുൻ ഇലൈഹി രണ്ടാമത്തെ വാക്കിനെ പറയും. ഇനി അങ്ങനെ എവിടെ വന്നാലും അതിൻ്റെ അവസാനിക്കുന്ന ഭാഗം, മുലാഫുൻ ഇലൈഹി വരുന്നതിൻ്റെ അവസാനത്തെ ഭാഗം എപ്പോഴും കസറായിരിക്കും. ഇന്ന സൽസലത്തസ്സാഅത്തി ഷൈഉൻ അളീം. നമ്മൾ വലിയ വലിയ നിയമങ്ങളൊന്നും പഠിച്ചു പോകണില്ല. എന്നാൽ ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ പറയില്ലേ 4-5 കൊല്ലം ക്ലാസ് പോയി ഇരുന്നിട്ട് ഒന്നും പഠിച്ചില്ലല്ലോ എന്ന് തോന്നലുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചില കാര്യങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞു പോകണം. അടുത്ത ആയത്ത് നോക്കിയേ. യൗമ തറൗനഹാ. ഒതുക്കിയേ. തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറൻ നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. يوم ترونها تذهل كل مرضعة عما أرضعت يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها. ശ്രദ്ധിച്ചു ചോദിക്കോളും. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. വതറൻ നാസ സുകാറാ വമാ ഹും ബിസുകാറാ ولكن عذاب الله شديد. ولكن عذاب الله شديد. ഈ സൈഡിലുള്ളവർ മാത്രം, എൻ്റെ മുമ്പിലുള്ളവർ മാത്രം നോക്കിക്കേ. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് ഹംലിൻ ഹംലഹാ വമാ ഹും വലാകിന്ന അഹ്സൻതും ബറകല്ലാഹു. ഈ സൈഡിലുള്ളവരും കൂടി നോക്കി. യൗമ തറൗനഹാ
കുല്ലു മുർളിഅത്തിൻ അമ്മാ വതളഉ حملها وترى الناس سكارى وما هم بسكارى ഖുർആന് പറയുന്ന പരലോകവുമായി ബന്ധപ്പെട്ട ഏറ്റവും അതിൻ്റെ പറയില്ലേ ഭീകരത ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഈ ആയത്ത്. സൂറത്തുൽ ഹജ്ജിലെ 2-ാമത്തെ ആയത്ത്. പരലോകവുമായി ഏറ്റവും ഭീതി എത്ര ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. യൗമ, അന്നേ ദിവസം. 365 ആയത്തുകളിൽ അല്ലെങ്കിൽ സ്ഥലത്ത് യൗമ 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 എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഖുർആൻ. അത് അധികവും പരലോകത്തെക്കുറിച്ചാണ് പറയല്. യൗമ തറൗനഹ, യൗമ അന്നേ ദിവസം, തറൗനഹ നീ കാണുന്ന ദിവസം. ആരെ കാണും അവിടെ? അവളെ കാണുന്ന ദിവസം. ആരാണ് അവൾ? തദ്ഹലു, അവൾ അശ്രദ്ധയിലാകും. അവൾക്ക് ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. ആരെക്കുറിച്ചാണ് ഈ അവൾ അവൾ എന്ന് പറയുന്നത്? കുല്ലു മുർലിഅത്തിൻ, മുർലിഅത്തായ എല്ലാ സ്ത്രീകളും. മുർലിഅത്ത് എന്ന് പറഞ്ഞാൽ റളാഅത്ത് എന്നാണ്, മുലയൂട്ടുന്ന ഉമ്മ എന്നാണ് അതിൻ്റെ അർത്ഥം. മുർലിഅത്ത്. ഒരു ഉമ്മ ഏറ്റവും അധികം കുട്ടീനെ ശ്രദ്ധിക്കുന്ന സമയമാണ് കുട്ടിക്ക് പാൽ കൊടുക്കുക എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടല്ലോ, തൊണ്ടയിൽ പാല് കുടുങ്ങി കുട്ടി മരിച്ചു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്തൊരു കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുക ഒരു സ്ത്രീ, 36 വയസ്സുള്ളൊരു സ്ത്രീ, കേക്ക് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് അത് താഴത്തുമില്ല മേലക്കുമില്ലാതെ ഇറങ്ങാതായിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തേക്കും സ്ത്രീ മരിച്ചുപോയി. എത്ര നിസ്സാരമായ സംഭവം, നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അപകടങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഒരു മുലയൂട്ടുന്ന ഉമ്മ ശരിക്കും ശ്രദ്ധിക്കണം. ഇസ്ലാമിൽ ചില ബന്ധങ്ങളുണ്ട്. എനിക്ക് ചില ആൾക്കാരെ കല്യാണം കഴിക്കാൻ പറ്റൂല. ഒന്നുകിൽ അവർ എൻ്റെ രക്തബന്ധമായിരിക്കും, എൻ്റെ പെങ്ങള്, രക്തബന്ധം. എനിക്ക് വിവാഹബന്ധത്തിലൂടെ ചില കല്യാണം കഴിക്കാൻ പറ്റൂല. വിവാഹബന്ധത്തിലൂടെ കഴിക്കാൻ പറ്റാത്ത എൻ്റെ ഭാര്യൻ്റെ അനിയത്തിനെ ഏട്ടത്തിനെ കല്യാണം കഴിക്കാൻ പറ്റൂല. എപ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ അത്. പിന്നെ എന്തിനാ വെച്ചാൽ ഒരേ സമയത്ത് പറ്റൂല. ഒരു ഭാര്യൻ്റെ മരണശേഷം പറ്റും. 3, റളാഅത്തിലുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാൻ പറ്റൂല. റളാഅത്ത് പറഞ്ഞാൽ മുല കുടിച്ച ബന്ധം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് ഉമ്മ മരിച്ചു, ഒരു കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും പാല് കൊടുക്കുന്ന സ്ത്രീകളെ കൊണ്ട് ഏൽപ്പിക്കും. ആ സ്ത്രീയുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമുക്ക് നമ്മുടെ സ്വന്തമാണ്. ആ ഉമ്മാനെ നമ്മൾ എങ്ങനെ കണ്ട്? പ്രസവിച്ചിട്ടില്ല, പക്ഷെ എന്തുന്നുണ്ട്? മുലയൂട്ടിയിട്ടുണ്ട്. വിശപ്പ് മാറാൻ മാത്രം, കരച്ചിൽ മാറാൻ മാത്രം ചുരുങ്ങിയത് 5 തവണയെങ്കിലും മുലയൂട്ടിയിട്ടുണ്ടെങ്കിൽ അവർ നിന്റെ ഉമ്മയായി കൂട്ടണമെന്നാണ്. അപ്പോൾ സ്വന്തം മാതാവിൻ്റെ റോൾ എത്രയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഈ അടുത്ത് ഒരു മാതാവിൻ്റെ ഒരു അനുഭവക്കുറിപ്പ് എഴുതി വെക്കണ്ടായി. എൻ്റെ ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് മണിക്കൂറുകൾക്ക് ശേഷം കുട്ടി മരിച്ചു. അപ്പോൾ ആ ഉമ്മ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ഓർമ്മക്കുറിപ്പ് പോലെ ഇങ്ങനെ ഡയറിയിൽ ഇങ്ങനെ തൻ്റെ സുഖദുഃഖങ്ങൾ ഇങ്ങനെ എഴുതി കുറിച്ചു വെക്കുന്ന കൂട്ടത്തിൽ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഉമ്മ അങ്ങനെ എഴുതി വെക്കും, ഞാനും നിൻ്റെ അടുത്ത് വന്നോട്ടെ. ആ കുഞ്ഞിനെ ശരിക്കും പോലെ നോക്കിയിട്ടും കൂടിയില്ല. ഒരു മണിക്കൂറുകൾ കുറച്ച് മാത്രമേ ആ കുട്ടീനെ ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഒരു ഉമ്മ എന്ന് പറയുന്ന സങ്കല്പം അത്ര വലുതാന്ന് പറഞ്ഞാൽ എഴുതി വെച്ചത്, നീ അവിടെ ഒറ്റക്കല്ലേ, ഞാൻ നിൻ്റെ അടുത്ത് വന്ന് കിടക്കട്ടെ എന്നിങ്ങനെ ഡയറിയിൽ പല വിഷമഘട്ടങ്ങളിലും ഉമ്മ അങ്ങനെ എഴുതി വെക്കാറുണ്ട്. ഒരു മാതാവിനെ കുറിച്ച് ഏറ്റവും ശ്രദ്ധിക്കുന്ന സമയമാണെന്ന് പറഞ്ഞത് കുട്ടിക്ക് പാലൂട്ട്. എന്നാൽ യൗമ തറൗനഹ നിനക്ക് കാണാം, തദ്ഹലു അവൾ അശ്രദ്ധയിലാകും, കുല്ലു മുർലിഅത്തിൻ മുലയൂട്ടുന്ന എല്ലാ ഉമ്മമാരും പെണ്ണും, അമ്മ ഒരു കാര്യത്തെക്കുറിച്ച്, അർളഅത് അവൾ മുലയൂട്ടുന്നതിനെ കുറിച്ച് മറന്നു. അതൊന്നും ഒരു ചിന്ത ഉണ്ടാവില്ല. പെരെങ്ങനെ കത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ മന്തി കൊടുന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, അതൊക്കെ ഇട്ട് നമുക്ക് പിന്നെ അതിനെ ഒരു ചിന്ത ഉണ്ടാവില്ല, സ്വാഭാവികമാണ്. നടു റോട്ടിൽ വാഹനം കത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ AC വർക്ക് ചെയ്യണ്ടോന്നല്ല നോക്കുക, നമുക്ക് ജീവൻ കിട്ടുമെന്ന് നമ്മൾ നോക്കുക.
അപ്പോൾ അതേപോലെ ഇവിടെ ഇതിനേക്കാൾ വലിയ ഭയാനകമായ രംഗം അവിടെ ഇങ്ങനെ കാണുമ്പോൾ കുഞ്ഞിന് പാൽ കൊടുക്കണതൊന്നും ഉമ്മാക്ക് ശ്രദ്ധ ഉണ്ടാവില്ല, തൻ്റെ കുഞ്ഞിനെ കുറിച്ച് അശ്രദ്ധയിലാകും. وَتَضَعُ كُلُّ ذَاتِ حَمْلٍ حَمْلَهَا وَتَضَعُ. റളഅ എന്ന് പറഞ്ഞാൽ മുലയൂട്ടുക എന്നാണ്, തളഉ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്നാണ്. ചെറിയ വ്യത്യാസമുള്ളൂ. തളഉ അവൾ പ്രസവിക്കും. കുല്ലു ദാത്തി ഹംലിൻ, ഹംലുള്ളവരൊക്കെ പ്രസവിക്കും. എന്താ ഹംല്? പ്രഗ്നൻസി, ഗർഭം. ഗർഭമുള്ളവർ 8-ാം മാസം ആയോ 7-ാം മാസം ആയോ ഒന്നും നോക്കണ്ട, പേടിച്ചിട്ട് പ്രസവിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. പേടിച്ചിട്ട്. വതളഉ കുല്ലു ദാത്തി ഹംലിൻ, ഹംലിലുള്ള ഗർഭത്തിലുള്ളവരെ പ്രസവിക്കും. ഹംലഹ, അവൾ അവളുടെ ഗർഭം അവർ പ്രസവിക്കും. പിന്നെ അത് ഉമ്മാനെ കുറിച്ച്, ഗർഭിണിയെ കുറിച്ച്. പിന്നെ പറഞ്ഞത് വതറന്നാസ്, മൊത്തം മനുഷ്യരെ നിനക്ക് കാണാം. സുക്കാറ, സുക്കാറയായി കാണാം. സുക്കർ ഒരു തരം മത്ത്. നമ്മൾ അറബിയിൽ പഞ്ചസാരക്ക് സുക്കർ തന്നെയാണ് പറയുക. സുക്കർ അറബിയിൽ സുക്കർ എന്ന് പറയാം. ലഹരിക്കും ഇതിൻ്റെ സമാനമായ ഒരു വാക്കാണ് സുക്കാർ, ലഹരി ബാധിച്ചവൻ. മുസ്കിർ, ലഹരി ഉപയോഗിക്കുന്നവൻ, മുസ്കിർ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് വതറന്നാസ, നിനക്ക് ജനങ്ങളെ കാണാം. സുക്കാറ, എന്തോ ഒരു മത്തു പിടിച്ചവനെ പോലെ, ലഹരി അടിച്ചവനെ പോലെ, ബോധമില്ലാത്തവനെ പോലെ, തൻ്റെ കാലുകൾ ഉറക്കാത്ത പോലെയായി മാറും. വമാഹും ബിസുക്കാറ, അവർ സുക്കാറകളല്ല. സത്യത്തിൽ മത്ത് പിടിച്ചവരല്ല, ലഹരി അടിച്ചവരല്ല, സിന്തറ്റിക് ഉപയോഗിച്ചവരല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നോർമൽ മനുഷ്യന്മാർ തന്നെ. പക്ഷെ ഈ സീൻ അവരുടെ മുമ്പിൽ വന്നപ്പോൾ അവർക്ക് അവരുടെ ഗതി നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് അവസാനം അല്ലാഹു പറയണേ, ഇതൊന്നല്ല മക്കളെ, ഇതൊക്കെ അതിൻ്റെ തുടക്കല്ലേ. വലാകിന്ന അദാബല്ലാഹി ശദീദ്. ആയത്ത് നോദിക്കേ. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ولكن പക്ഷേ അദാബ് അള്ളാന്റെ അദാബ്, അള്ളാന്റെ ശിക്ഷ, ഷദീദ്, കഠിനമായിരിക്കും. ദുനിയാവിൽ കിട്ടുന്ന അദാബൊന്നും പരീക്ഷണങ്ങളൊന്നുമല്ല. അള്ളാന്റെ അദാബ് വന്നാൽ അത് കഠിനമായിരിക്കും, അസഹനീയമായിരിക്കും, സഹിക്കാൻ പറ്റാത്തതാകും. ഇൻഷാ അല്ലാഹ് തഫ്സീറുകളിൽ പല വിശദീകരണങ്ങളുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം. ഒന്നുകൂടി ആയത്ത് 2 ഒന്നും കൂടി ഒന്ന് ഓതി നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കാണാതെ പഠിക്കാൻ നോക്കാം. ആദ്യം മുതൽ ഓദിക്കാം. യാ അയ്യുഹന്നാസ് മുതൽ ഓദിക്കാം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം തറൗനഹാ തദ്ലിഅത്തിൻ അമ്മാ അർളഅത് തറൗനഹാ ഹംലിൻ ഹംലഹാ തറ الناس سكارى وما هم بسكارى ولكن عذاب الله شديد. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നമ്മുടെ ഈ ഒരു സദസ്സിൽ ഇതിൻ്റെ ഒരു മുഴുവൻ എപ്പിസോഡിലും മുഴുവൻ ക്ലാസ്സിലും പങ്കെടുക്കാനുള്ള ഒരു വലിയ ഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. പഠിപ്പിക്കാനും നമുക്ക് പഠിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒന്ന് മാത്രം സൂചിപ്പിക്കാം. നമ്മൾ നമസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടും. അപ്പോൾ എങ്ങനെയാണ് കെട്ടേണ്ടത്? അതിൽ ഒന്ന്, കൈകൾ ഉയർത്തിക്കെട്ടണം. കൈകൾ ഉയർത്തിക്കെട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉയരാൻ പാടില്ല. കൈകൾ ഉയരേണ്ടത് എങ്ങനെയാണ്? കിബിലക്കാണ് ഉയരേണ്ടത്. ഒന്നുകിൽ ചെവിക്കുന്നി വരെ അല്ലെങ്കിൽ ഷോൾഡർ ചുമൽ വരെ നബി തങ്ങൾ ഉയർത്തിയതായി ഹദീസിലുണ്ട്. പിന്നെ അല്ലാഹു അക്ബർ എപ്പോഴാണ് പറയേണ്ടത്? അഭിപ്രായം, കെട്ടിയിട്ടാണോ അല്ലാഹു അക്ബർ പറയേണ്ടത്? കെട്ടുന്നതിൻ്റെ മുമ്പാണോ പറയേണ്ടത്? വേണ്ട, നിങ്ങളെപ്പോഴാ പറയലേ?
കെട്ടുമ്പോഴാണ് പറയല്. ആ ശരിയാണ്, 3 അഭിപ്രായമുണ്ട്, അല്ല 3 രൂപമുണ്ട്. ഒന്ന് അല്ലാഹു അക്ബർ, കെട്ടി ചെയ്തു, അപ്പം ഒപ്പം നടന്നു. 2 അല്ലാഹു അക്ബർ, എന്തുണ്ടായി, ആദ്യം പറഞ്ഞു പിന്നെ 3 അല്ലാഹു അക്ബർ എന്ന് പറയുന്നു, എന്നിട്ട് കെട്ടുന്നു. അല്ലെങ്കിൽ കെട്ടിയതിന് ശേഷം കെട്ടി അല്ലാഹു അക്ബർ, മൂന്നാമത്തെ രീതി ഇത് പറയാം. അപ്പോൾ ഒന്നുകിൽ അല്ലാഹു അക്ബർ എന്ന രൂപം പറച്ചിലും പ്രവൃത്തിയും ഒരുമിച്ചാകാം, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറച്ചിൽ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന രൂപമാകാം, അല്ലെങ്കിൽ കെട്ടിയതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറയുന്ന രീതിയും 3 അനുവദനീയമാണ്, ഹദീസിലുണ്ട്. സമാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമസ്കാരത്തിൽ ചില കാര്യങ്ങൾ മക്രൂഹായ കാര്യങ്ങളുണ്ട്, നമസ്കാരത്തിൽ ചില കാര്യങ്ങൾ അനുവദനീയമായ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പലർക്കും അറിയാത്തത് കൊണ്ടുള്ള പല അബദ്ധങ്ങൾ നമ്മൾ നമസ്കാരങ്ങളിൽ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു നമുക്ക് ധാരാളം അറിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുറവുകൾ, തെറ്റുകൾ അള്ളാഹു റബ്ബ് നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ധാരാളം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ.